English online class. Previous day we discussed some textual activities of the story A Shipwrecked Sailor by Gabriel Garcia Marquez. Okay, today we are going to discuss the remaining textual activities of this topic. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് എ ഷിപ്പ് റെഗ്ഡ് സെയിലർ എന്നുള്ള പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളായിരുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളാണ്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ബാക്കി ഭാഗത്തിലെ ആ പ്രവർത്തനങ്ങൾ, ബാക്കി ഭാഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് റൈറ്റ്. Activity number 1. The narrator was given a heroic welcome by the people of his locality. Imagine that he narrates his experience in a public meeting. Write the possible speech the narrator might have delivered. Okay, ഇവിടെ ഗ്രന്ഥകാരൻ അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ ആളുകൾ അദ്ദേഹത്തിന് വലിയൊരു അനുമോദന ചടങ്ങ് അദ്ദേഹത്തിന് നൽകുകയാണ്, അല്ലേ? വലിയൊരു അനുമോദന ചടങ്ങ് അത് നൽകുകയാണ്. സങ്കല്പിക്കുക, അദ്ദേഹത്തിൻ്റെ ചടങ്ങ് ഒരു പബ്ലിക് മീറ്റിംഗ്, ഒരു പൊതുവായിട്ടുള്ള ഒരു യോഗത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുമോദനം നൽകുന്നത്. റൈറ്റ് ദ പോസിബിൾ സ്പീച്ച് ദ നറേറ്റർ മൈറ്റ് ഹാവ് ഡെലിവേർഡ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം ആ വീരനായിട്ട് അദ്ദേഹത്തെ വരവേറ്റ സമയത്ത്, അല്ലേ, സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും, അദ്ദേഹത്തെ അത്തരത്തിലുള്ള ആ വേളയിൽ ആ യോഗത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എങ്ങനെയായിരിക്കും, ആ പ്രസംഗമാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ബിഗിനിങ് ഈസ് ദർ. ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മാന്യമഹാജനങ്ങളെ, ഐ ആം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ, അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് എഴുതണം. ഓക്കെ, എഴുതാൻ കഴിയോ? യെസ്, യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ലൈക്ക് ദിസ്. ഐ ഹാവ് നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ബിക്കമിങ് മൈ ഡിയർ വൺസ് അഗെയിൻ. ഓക്കെ, മൈ എക്സ്പീരിയൻസ് അറ്റ് സീ വാസ് എ ടെറിബിൾ ആൻഡ് ഷോക്കിംഗ്. The ship wreck, the loss of my friends, the terrible loneliness, and the hang or thin of mine ship that is already wrecked. All are jammed it, and some of them they are dead, and some of them they are escaped. But actually I am the only person is escaped from that disaster. Okay, yes, anyway I get my life back. Yes, I am very happy now. Yes, so we can, if we have a confidence and patience, we can overcome this type of all difficulties in our world or in our life. ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. Okay, anyway I like to express my sincere thanks to all. Okay, very thank you. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത്. Okay, yes, so all of you just try to write like this. Okay, next one, activity 2. The story The Shipwrecked Sailor is narrated from the point of view of a man in wood a shipwreck. If you were Velasco's friend, how would you narrate the story? You may begin like this. അപ്പോൾ ഇവിടെ വെലസ്കോയുടെ കാഴ്ചപ്പാടിലാണ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ഷിപ്പ് റെക്ക് എന്നുള്ള കഥ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ, അത് വെലസ്കോയുടെ സുഹൃത്ത് നിങ്ങളാണ് സങ്കല്പിക്കുക. നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കഥ വിവരിക്കുക? അപ്പോൾ അതവിടെ തുടക്കമുണ്ട്. ബിഗിനിങ് ഈസ് ദർ. വെലസ്കോ ആൻഡ് ഹിസ് 4 friends were sailing through the Caribbean Sea suddenly. വെലസ്കോയും അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളും കരീബിയൻ കടലിലൂടെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടൽ യാത്ര, കപ്പൽ യാത്ര നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
സഡൻലി പെട്ടെന്നാണ് എന്ത് സംഭവിച്ചത് എന്നുള്ള ബാക്കി കാര്യം ഇതേപോലെ ചേർത്ത് അവിടെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, യെസ്. Okay, suddenly the ship plunged into an abyss and disappeared. Velasco had no idea what to do. Okay, you know that. And his first impression was that he was utterly alone in the middle of that ocean. Okay, he began to hear shouts nearby and he recognized some friends, that is Luis Rengifo, Carabello, Caslo, and there he saw from there. And okay, they were shouting to one another and stay afloat. The life raft unexpectedly disappeared because of the gigantic wave. Okay, and finally he jumped aboard and Castle and Carabello, they disappeared. The water and food, there is nothing to eat to me and I have alone in that middle of Caribbean Sea. Okay, actually he was the only person in that Caribbean Sea. Okay, ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മളാണ് അദ്ദേഹം സുഹൃത്ത്, നമ്മളദ്ദേഹം സുഹൃത്തായിരുന്നെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കുക, അതുപോലെ വേണം എഴുതാൻ. ഓക്കെ, യെസ്. Activity 3. Read the following sentences in the sentences column. Change them into news headlines and write them in the news headlines column. There are 2 columns are there. First column sentences, then second one headlines. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ സെൻറ്റൻസ് എന്നുള്ളതും അതുപോലെ തന്നെ ഹെഡ്ലൈൻസ് എന്നുള്ള 2 കോളങ്ങൾ കാണാം. ഈ 2 കോളങ്ങളിൽ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് കോളത്തിൽ സെൻറ്റൻസ് എന്ന കോളത്തിൽ വാക്യങ്ങളും രണ്ടാമത്തെ കോളത്തിൽ ആ സെൻറ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ്, വാർത്തയുടെ തലക്കെട്ടുമാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. 4 sailors of the Colombian Navy were drowned in the Caribbean Sea when their ship wrecked in a devastating storm. That's a sentence. ഈ സെൻറ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് മാറ്റി എഴുതണം, ഒരു ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് മാറ്റി എഴുതണം. അതിൻ്റെ ചെറിയ വിവരണമാണ് ഈ സെൻറ്റൻസ് എന്ന കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ വിവരണം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉചിതമായ തലക്കെട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന കോളത്തിൽ എഴുതുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എക്സാമ്പിൾ ഈസ് ഓൾറെഡി ഗിവൺ. 4 Colombian sailors drowned. 4 കൊളംബിയൻ നാവികർ മുങ്ങി മരിച്ചു, അല്ലേ? അപ്പോൾ ഇത് ഒരു ഹെഡ്ലൈനാണ്. ആ ഒരു നമ്മൾ സെൻറ്റൻസ് എന്നുള്ള ഭാഗത്തു നിന്ന് വായിച്ച് മനസ്സിലാക്കി അതിന് ഉചിതമായ രീതിയിൽ ഒരു ചേർത്ത് എഴുതിയ ന്യൂസ് ഹെഡ്ലൈൻസാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ലൈക്ക് ദിസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിമൈനിങ് ന്യൂസ് ഹെഡ്ലൈൻസ്. കം ഓൺ. The sailor Velasco was given a heroic welcome in a public meeting at his hometown. So you can write a news headline like this: Velasco gets a heroic welcome. Yes, that's all. Next one, the Colombian Navy continues their search to recover the bodies of the 4 sailors drowned in the Caribbean Sea. News headlines like this, you can write sailors drowned, search continues. sailors മുങ്ങി മരിച്ചു അല്ലെങ്കിൽ മുങ്ങി തിരച്ചിൽ തുടരുന്നു എന്ന രൂപത്തിൽ അങ്ങനെ ന്യൂസ് ഹെഡ്ലൈൻസ് ആക്കി എഴുതാം. Then thing is that now develop any of the news headlines into a complete news report. ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു തലക്കെട്ട് അതിൻ്റെ പൂർണ്ണമായ ന്യൂസ് റിപ്പോർട്ടിലേക്ക്, വാർത്താ റിപ്പോർട്ടിലേക്ക് അതിനെ വിശദീകരിച്ച് റിപ്പോർട്ടാക്കി എഴുതുക. ഓക്കെ, that is you can write. So all of you try to write a news headlines. Okay, next one, activity 4. Imagine that you are asked to prepare breaking news of the shipwreck and the death of sailors for a TV channel. Write the possible breaking news headlines and present them orally in front of the class. സങ്കല്പിക്കുക, ഇവിടെ ഷിപ്പ്റേക്ക്, ആ കപ്പൽ ചേതത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ടിട്ട് നാവികർ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുടെ TV ചാനൽ നിങ്ങളോട് അവതരിപ്പിക്കാൻ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. തയ്യാറാക്കാൻ വേണ്ടി ബ്രേക്കിംഗ് ന്യൂസ് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു സങ്കല്പിക്കുക. റൈറ്റ് ദ പോസിബിൾ ബ്രേക്കിംഗ് ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് പ്രസൻറ്റ് ദം ഓർലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ്. അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വാർത്തകളുടെ തലക്കെട്ടുകൾ മാത്രം എന്ത് ചെയ്യാം, ഇവിടെ എഴുതുക. ഓക്കെ, ഓറലി, വായിൽ എന്ന് വെച്ചാൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയുക, അത്രേ ഉള്ളൂ. ഓക്കെ, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: ബ്രേക്കിംഗ് ന്യൂസ്, കൊളംബിയൻ ഷിപ്പ് wrecked in Caribbean Sea. You can write. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ആ ഹെഡ്ലൈൻസ് ഇങ്ങനെ ശേഷിച്ച് ഇങ്ങനെ എഴുതാം. നമുക്ക്
A Colombian ship was wrecked in Caribbean Sea. 4 sailors drowned in the Caribbean Sea, and they were drowned in that ocean. They were Velasco, okay, Castillo and Rengifo, Raman Herrera, so on. But here Velasco was rescued. The Caribbean Sea is now silent, that is very calm, and the Caribbean news agency, this Caribbean bureau, they are started to searching for the dead. Okay, in the പറഞ്ഞുകൊണ്ടൊക്കെ തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്, ഹെഡിങ് എഴുതുക. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ഇത് രൂപത്തിൽ ആ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരണം റിപ്പോർട്ടായിട്ട് എഴുതാൻ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഉദാഹരണം ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, ലെറ്റ്സ് സ്പീക്ക്. Activity 1. Prepare 10 questions for interviewing the narrator Velasco, who quite unbelievably escaped from the shipwreck. തീർച്ചയായിട്ടും അവിസ്മരണീയമായ വിധം, തീർച്ചയായിട്ടും അല്ലേ, അദ്ദേഹം രക്ഷപ്പെടുകയാണ്. വെലസ്കോ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അഭിമുഖം നടത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. യു മേ അറ്റംപ്റ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്ന സമയത്ത് 10 ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. You may attempt this as a pair activity in which one of you can be the interviewer and other the narrator. അപ്പോൾ നിങ്ങൾ തന്നെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളും ഒരാൾ ഇൻ്റർവ്യൂ നടത്തപ്പെടുന്ന ആളായിട്ട് നിങ്ങൾക്ക് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അപ്പോൾ പറ്റുന്ന ആളുകളത് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഓഡിയോ ഇട്ട് നിങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കേണ്ടതാണ്. പരമാവധി ചെയ്യുക. You can just write like this, some questions, examples. When did you seen the danger? എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു അപകടം കണ്ടത്? നമുക്ക് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു വന്ന വെലസ്കോയുമായി ബന്ധപ്പെട്ടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അങ്ങനെ 10 സെക്കൻഡ് വൺ, വേർ യു പ്രിപ്പയർഡ് ടു ഫേസ് സച്ച് എ ഡിസാസ്റ്റർ? ചോദിക്കാം അല്ലേ. വാട്ട് ഗേവ് യു ദ സ്ട്രെങ്ത് ടു റിമെയിൻ afloat? Why were your shipmates unable to survive? How did it feel to be alone at sea? Okay, such type of 10 questions you can prepare. Okay, you can prepare. Activity 2. Suppose you are one of the speakers at a function in which the narrator, that is Velasco, is being congratulated. Deliver a speech congratulating him for his brave deed. സങ്കൽപ്പിക്കുക, നമ്മുടെ വെലസ്കോ നെറേറ്റർ അദ്ദേഹം അടങ്ങുന്ന ഒരു ഫംഗ്ഷനിൽ, ഒരു ചടങ്ങിൽ നിങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണത്. അപ്പോൾ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചടങ്ങ് എങ്ങനെയായിരിക്കും? ആ ചടങ്ങിൻ്റെ പ്രസംഗമാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫോർ ഹിസ് ബ്രേവ് ഡേറ്റ്, ധൈര്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ കുറിച്ച് ഉള്ള ഒരു അഭിനന്ദനപരമായിട്ടുള്ള ഒരു പ്രസംഗമാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് യു ഹാവ് ടു ഡു, ദാറ്റ് ഈസ് എ വർക്ക് ഫോർ യു ഹാവ് ടു ഡു. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഡിസ്കവർ ഹൗ ഗ്രാമർ വർക്ക്സ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ഹൗ ഗ്രാമർ വർക്ക്സ്. ആക്ടിവിറ്റി നമ്പർ 1. Look at the sentences taken from the story. Okay, A rough wave pushed the raft. B, it was very heavy in that lurching sea. C, a gigantic wave lifted the raft. D, his serenity was stronger than the sea. Okay, there are 4 sentences are there that is taken from the story. ഈ കഥയിൽ നിന്നുള്ള 4 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു പോയത്. അവിടെ ബോർഡിൽ ഇരിക്കുന്ന വാക്കുകൾ കാണാം. റഫ്, heavy, gigantic, stronger. The words underlined in these sentences describe the nouns. അപ്പോൾ അവിടെ കറുപ്പിച്ചിരിക്കുന്ന വാക്കുകൾ അത് സൂചിപ്പിക്കുന്നത്, ആ വാക്യത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നൗണിനെയാണ്. These words belong to the word class called adjectives. അവ സൂചിപ്പിക്കുന്നത് നൗണിനെയാണ്. What is noun? Noun is a names of a person, place or a thing. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ പേരിനെയാണ് നാമം അഥവാ നൗൺ എന്ന് പറയുന്നത്. These words belong to the word class called adjectives. ഈ വാക്കുകളുടെ ഗണം അത് ഉൾപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് അഡ്ജക്റ്റീവിലാണ്. അത് അഡ്ജക്റ്റീവാണ്. ഏത്? റഫ്,
ഹെവി, ജൈജാൻറ്റിക്, സ്ട്രോങ്ങർ. ഇപ്പം നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് ഇവ. നൗൺ നമ്മൾ പറഞ്ഞു നാമം എന്താണുള്ളത്, ആ അത്തരത്തിലുള്ള നാമങ്ങളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ഈ റഫ്, ഹെവി, ജൈജാൻറ്റിക്, സ്ട്രോങ്ങർ എന്നുള്ളത്. അഡ്ജക്റ്റീവ്സ്, എന്താ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സർവനാമം. ഓക്കെ, നാമത്തെ വിശേഷിപ്പിക്കുന്നത്. ടു ക്വാളിഫൈ ദ നൗൺ, അതാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഹാവ് 3 degrees ഓഫ് കമ്പാരിസൺ. ഈ നാമത്തിന് 3 degrees ഓഫ് കമ്പാരിസൺ ഉണ്ട്. 3 വിധത്തിൽ നമ്മൾ അതിനെ താരതമ്യപ്പെടുത്താറുണ്ട്. ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഏതായിരുന്നു? ഓക്കെ, ഹിസ് സെർനിറ്റി വാസ് സ്ട്രോങ്. ദ വേർഡ് സ്ട്രോങ് ഈസ് ഇൻ ദ പോസിറ്റീവ് ഡിഗ്രി. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന്. ഹിസ് സെർനിറ്റി വാസ് സ്ട്രോങ്. സ്ട്രോങ് എന്നുള്ളത് ഏതാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. അയാളുടെ നല്ല ഗുണത്തെ, സാധാരണ നല്ല ഗുണത്തെ സൂചിപ്പിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. 2, ഇൻ ദ സെൻറ്റൻസ് ഹിസ് സെർനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. അപ്പം അദ്ദേഹത്തിൻ്റെ ശാന്തത ആ കടലിനേക്കാളും ശക്തമായിരുന്നു. അപ്പോൾ അവിടെ കമ്പാരിസൺ ആണ്. ദ വേർഡ് സ്ട്രോങ്ങർ ആസ് ഇൻ ദ കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ അവിടെ കടലിനേക്കാളും ശാന്തം, അത്രമാത്രം ശാന്തമായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ അവിടെ കടലിൻ്റെ ശാന്തതയെ അദ്ദേഹത്തിൻ്റെ ശാന്തയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു നിശബ്ദതയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കമ്പാരറ്റീവ് ഡിഗ്രി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഹി വാസ് സ്ട്രോങ്ങർ ദാൻ അതർ കിഡ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ രാജു വാസ് taller than his classmates. അല്ലേ, മറ്റുള്ള കുട്ടികളെക്കാളും ഉയരമുള്ളവനാണ് രാജു എന്ന് പറയാം. അല്ലേ, ഇപ്പം ഇത്തരത്തിൽ അങ്ങനെ കമ്പാരിസൺ വന്നു. ആ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏത്? കമ്പാരറ്റീവ് ഡിഗ്രി. 3rd one, in the sentence his serenity was the strongest. The word strongest is in the superlative degree. അപ്പോൾ ഇവിടെ സ്ട്രോങ്ങസ്റ്റ് എന്നുള്ള പാഠം എന്ന് വെച്ചാൽ അയാളുടെ ശബ്ദം മറ്റുള്ള ഏത് ശബ്ദത്തെക്കാളും അത്രയും നിശബ്ദമാണ്, ശാന്തമായിരുന്നു എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതിയിൽ, ഉയരത്തിൽ, ഉന്നതിയിൽ എന്നൊക്കെ അർത്ഥം ആണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3 degrees ഓഫ് കമ്പാരിസൺ ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി, സാധാരണ ഡിഗ്രി, സ്ട്രോങ്ങർ അല്ലേ, കമ്പാരറ്റീവ് ഡിഗ്രി അല്ലേ, കമ്പാരറ്റീവ് ഡിഗ്രി വരുന്നുണ്ട്. അതുപോലെ സൂപ്പർ ഡിഗ്രി. ഇപ്പോൾ സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്, സ്ട്രോങ്ങർ പോസിറ്റീവ്, സ്ട്രോങ്ങ് പോസിറ്റീവ്, സ്ട്രോങ്ങർ കമ്പാരറ്റീവ്, സ്ട്രോങ്ങസ്റ്റ് സൂപ്പർലേറ്റീവ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള 3 degrees ഓഫ് കമ്പാരിസൺ ഉണ്ട്. സ്ട്രോങ് പോസിറ്റീവ് ഉപയോഗിക്കുന്നത് അയാളുടെ സാധാരണ നല്ല ഗുണത്തെ സൂചിപ്പിക്കാനും പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാനും, സ്ട്രോങ് എന്ന് പറയുമ്പോൾ കമ്പാരറ്റീവ് താരതമ്യപ്പെടുത്താനും, സ്ട്രോങ്ങസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നതിൽ, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ.